പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആദ്യം തന്നെ കർത്താവിൻ്റെ ആ വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു കുടുംബം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയാണ്. അവരുടെ എല്ലാ സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയാണ്. അപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ആരായിരുന്നാലും അവിടെ കർത്താവിൻ്റെ ഒരു ശക്തി വ്യാപരിക്കും. നമുക്ക് ആ ഒരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മീനു, ഹസ്ബൻഡ് സനൂപ്. ഞങ്ങൾ അങ്കമാലി കുറ്റിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നത്. അങ്കമാലി പ്രദേശത്തു നിന്നാണ് ഇവർ വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾ ചെയ്തു. ലാസ്റ്റ് ഡോക്ടേഴ്സും കസിൻസ് എല്ലാവരും പറഞ്ഞു IVF-നെ കുറിച്ച്. പക്ഷേ IVF ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. IVF വഴി ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടാന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച്. IVF ശരിക്കും സഭയുടെ പ്രബോധനം അനുസരിച്ച് IVF നമുക്ക് അനുവദിച്ചിട്ടില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്. അത് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ പറഞ്ഞു അങ്ങനെ IVF വഴി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വേണ്ട, ഞങ്ങൾക്ക് ദൈവം തരുവാണെങ്കിൽ മതി. അങ്ങനെ ഇവർ തീരുമാനം. പക്ഷേ ഡോക്ടർമാർ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി IVF വഴി അല്ലാതെ കുട്ടികളുണ്ടാവില്ല അല്ലേ? തീർത്തും പറഞ്ഞില്ലേ? തീർത്തും ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല. ഇനി കുട്ടികളുണ്ടാകുകയാണെങ്കിൽ IVF വഴി എന്തെങ്കിലും ചില മാർഗങ്ങൾ അവലംബിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് തീർത്തും ഡോക്ടർമാർ ഇവരോട് പറഞ്ഞ് അങ്ങനെ ഇവർ വിഷമത്തിലായി. ഇവർ ആണെങ്കിൽ കുറച്ച് തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ദൈവം മക്കളെ തന്നാൽ മതി, ഞങ്ങൾ ഇങ്ങനെ അനുവദനീയമല്ലാത്ത വഴി കൂടെ ഒന്ന് പോയാലെന്ന് ഇവർ കുറച്ച് തീരുമാനം എടുത്ത്. അങ്ങനെ കസിൻസൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എക്സാമ്പിളായിട്ട് അബ്രാഹത്തിനെ സാറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ 2018 ഞങ്ങൾ ഇവിടെ വന്ന് ഫസ്റ്റ് ഫ്രൈഡേ
പ്രയറിനെ ഞങ്ങൾ സംബന്ധിച്ചു. 2018 ഒരാദ്യ വെള്ളിയാഴ്ച ഇവര് അട്ടപ്പാടിയിൽ വന്ന് ഈ ഒരു വേദനയോടും പ്രാർത്ഥനാ നിയോഗത്തോടും കൂടെ വന്ന് അട്ടപ്പാടിയിൽ ആദ്യ വെള്ളി ശുശ്രൂഷയെ പങ്കുചേർന്ന് അന്ന് ഞങ്ങൾക്ക് സാംസനച്ചനെ കാണാൻ സാധിച്ചു. സാംസനച്ചനോട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളോട് 3 മാസം സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുഞ്ഞുങ്ങളുണ്ടായാലും സാക്ഷ്യം പറയാനും പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ സാംസനച്ചൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, സന്തോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി മക്കളില്ലാത്ത ദമ്പതികൾക്ക് പ്രാർത്ഥിക്കുക. എന്നിട്ട് കുഞ്ഞിനെ ദൈവം നാച്ചുറലായിട്ട് തരുമ്പം ഇവിടെ വന്ന കുട്ടിയെ വേണം സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു വിട്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ദിവസവും മുടങ്ങാതെ അഭിഷേകാഗ്നി ഞങ്ങൾ 2 പേരും ഇരുന്ന് എവിടെയായാലും ഇരുന്ന് കാണും ഓരോ എപ്പിസോഡ്. അങ്ങനെ 3 മാസം തികയുന്ന അഭിഷേകാഗ്നി എല്ലാ ദിവസവും കാണും യൂട്യൂബിലൂടെ. ആഴ്ച ഒന്നല്ല, എല്ലാ ദിവസവും കാണും. ഡെയിലി അഭിഷേകാഗ്നി ഓരോ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ട തന്നെ പിന്നെയും പഴയതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 717 എപ്പിസോഡ്, സങ്കീർത്തനങ്ങൾ 127, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ആ എപ്പിസോഡ് വന്ന ആഴ്ച തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. 2019 ഒക്ടോബർ 21 ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിന് തന്ന അനുഗ്രഹം. ദൈവം നോർമലായി വേറെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ നോർമലായിട്ട് കുട്ടീനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ദൈവജനത്തിന് ദൈവകൃപ ഒഴുകാനുള്ള സമയമാണ് ഈ സമയം. എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു അത്രയും കൃപ നമ്മളിലേക്ക് ദൈവം ചൊരിയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈകൾ ഉയർത്താൻ പറ്റുന്നവർ 2 കൈകൾ ഉയർത്തണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്രമാത്രം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നോ അത്രയും കൃപ നമ്മളിലേക്ക് വ്യാപരിക്കും. ഒരു ഉണർവോടെ പ്രാർത്ഥിക്കുക, എരിവോടെ പ്രാർത്ഥിക്കുക. കുറച്ച് സമയമൊക്കെ പ്രാർത്ഥനയുള്ളൂ, കുറച്ച് സമയം നമുക്ക് സ്തുതിപ്പിൻ്റെ സമയമുള്ളൂ. ആ സമയം നിങ്ങളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കണം. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. എല്ലാവരും സന്തോഷത്തോടെ, എത്രമാത്രം വലിയ വേദനയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തൻ അത്ഭുത അഭിഷേകം ഈ സമൂഹത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഞാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. കെട്ടടിയട്ടെ, പൂരങ്ങൾ വിട്ടുമാറട്ടെ, പാദങ്ങൾ ഒഴിയട്ടെ, ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരമടിച്ച് ശക്തിയോടെ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഇരുസൈഡിലേക്ക് കർത്താവിന്റെ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കും. സർവശക്തൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. രോഗികളെ സൗഖ്യപ്പെടുത്താൻ, ബന്ധനങ്ങൾ അഴിക്കാൻ, കെട്ടുകൾ അഴിക്കാൻ, മക്കളെ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ സമ്മാനമായി കർത്താവ് വരുന്നു. എല്ലാവരും കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. മോശയും നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായതിൽ നിറഞ്ഞിടട്ടെ. മോശയും നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായതിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതം നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതം നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ഉന്നത ശക്തിയെ നിത്യസഹായക സകലകെട്ടുകൾ വഴിയട്ടെ. ഉന്നത ശക്തിയെ നിത്യസഹായക കരങ്ങൾ വീശി വേഗത വീശി
ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല കെട്ടുകൾ വലിയട്ടെ, സകല ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കണം. സകല ബന്ധനങ്ങൾ വലിയണം, സകല കെട്ടുകൾ വലിയണം. കടബാധിത കെട്ടുകൾ അഴിയട്ടെ, ഭൂതങ്ങൾ വിട്ടുമാറട്ടെ, പാതകൾ ഒഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ഈശോയെ, ഇവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മേൽ അവിടുന്ന് ഇവിടുത്തെ വാഗ്ദാനമായി പരിശുദ്ധാത്മനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. അത്ഭുത ശക്തി, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, അഭിഷേക അഗ്നി ഇറങ്ങട്ടെ. നിറയട്ടെ, നിറയട്ടെ. സങ്കടങ്ങളിലേക്ക്, വേദനയിലേക്ക് നിറയട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ വലിയ കൃപകൾ, ആത്മാവിന്റെ പുത്തൻ ഉണർവുകൾ എല്ലാം നിറയട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വചനം കേൾക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ ശാന്തമായി എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കുക. ഇരുന്ന് സ്വസ്ഥതയോടെ വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ സന്ദർശിക്കും. ഇന്ന് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രത്യേകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി, ജപമാല ഭക്തരുടെ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചും വണങ്ങിയും പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ മാസം ജപമാലയുടെ മാസമാണ്, പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 48-ാമത്തെ തിരുലിഖിതം, സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? എന്തെങ്കിലും ഭാഗ്യമുള്ളത് കാണാൻ പറ്റുമോ? ഒരു മനുഷ്യനെ നമ്മൾ പറയും അവന് സകല അനുഗ്രഹമുണ്ട്, അവൻ്റെ കുടുംബത്തിൽ വലിയ കുഴപ്പമില്ല, അവന് ജോലിയുണ്ട്, അവന് മക്കളുണ്ട്, വീടുണ്ട്, ഇതെല്ലാമാണ് അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭാഗ്യം? ഒരു മൃഗമായിട്ടോ സ്ത്രീയായിട്ടോ ജനിക്കരുത് എന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഞാനൊരു പുരുഷനായിട്ട് ജനിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ജനനം. എന്നിട്ടോ ആ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കന്യകയായിരിക്കുമ്പോൾ ഗർഭിണിയാകുന്നൊരവസ്ഥ. യഹൂദരുടെ ഇടയിൽ ഒരു കന്യക ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. ആ സമയത്താണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലാൽ ഗർഭിണിയാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ചിന്തിച്ച് നോക്കിക്കേ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒന്നാണ് അവളുടെ വിവാഹം, കുടുംബജീവിതം. ആ വിവാഹം ഉറപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അറിയുകയാണ്, വിവാഹം നിശ്ചയിച്ച എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ എന്നെ വേണ്ട, ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ അപ്പോൾ വ്യാപിച്ചിട്ടുണ്ടാവാം, അല്ല ഒരു ഇടിത്തി വീഴുന്ന ഒരു അനുഭവത്തിലേക്കായിരിക്കാം പരിശുദ്ധ അമ്മ കടന്നുപോയത്. വീണ്ടും നമുക്കറിയാം, ആ പെൺകുട്ടിയെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിൽ ആരും സഹായത്തിനില്ല. ആ ഒരു പ്രസവത്തിൻ്റെ സമയം ഓർത്തേ, ഇതാണ് മറിയത്തിൻ്റെ ജീവിതത്തിലെ ഭാഗ്യം. വീണ്ടും നമുക്ക് ജനിച്ച് താൻ്റെ ഓമന പുത്തനായി വളർന്നു വന്ന മകൻ,
അവൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന എന്താ? പരിഹാസങ്ങളും അതുപോലെ തന്നെ കുറ്റങ്ങളും, ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റങ്ങളൊക്കെ ആരോപിച്ച് പിടിച്ചു കെട്ടി ചമ്മട്ടിയും ചാട്ടവാറും കൊണ്ട് അടിച്ച് മുൾക്കിരീടം ധരിച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞ് കുരിശും ചുമന്നുകൊണ്ട് തെരുവീതിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കാൽവരി മലയിൽ കുരിശി തറച്ച് കൊല്ലുന്ന രംഗം കൺമുമ്പിൽ കണ്ടു നിൽക്കുന്ന ഒരമ്മ ഭാഗ്യവതിയാണോ? വീണ്ടും നോക്ക്, ആ മകൻ്റെ വിറങ്ങലിച്ച ചേതനയറ്റ ശരീരം മടിയിലേക്ക് കിടത്തിയപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ രക്തക്കണ്ണുനീർ. ഇതാണോ മറിയത്തിൻ്റെ ഭാഗ്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിന് സഹനങ്ങൾ മാത്രമാണ്. ഈ സഹനങ്ങളെ പരിശുദ്ധ അമ്മ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നിൽ നടക്കുന്നത്, ഇത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നിൽ നടക്കുന്നത് എന്നുകൊണ്ട് 2 കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ തിരുലിഖിതം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന് ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര സഹനങ്ങൾ എല്ലാം ഏറ്റെടുക്കുമ്പോഴും ഓരോ കാര്യം ഏറ്റെടുക്കുമ്പോഴും മറിയം പറയാണ്, ദൈവത്തിന് ഇഷ്ടം എന്താണോ അതിനിൽ നടക്കട്ടെ. അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് അതേപടി അനുസരിച്ചത് കൊണ്ട് കർത്താവ് അവളെ എല്ലാവരെക്കാൾ ഉപരിയായി ഉയർത്തി സ്വർഗത്തിൽ പിതാവിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ ഒരു സ്ഥാനം നൽകി അവളെ ഇരുത്തി. സകലരുടെയും രാജ്ഞിയായി, സ്വർഗരാജ്ഞിയായി മറിയത്തെ കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. തുടർന്നുള്ള ആ കുടുംബത്തിൽ പിന്നെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താ? അവരുടെ ആ ആഘോഷ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാനീയമാണ് വീഞ്ഞ്. അത് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പരാജയമില്ലൊരു കുടുംബത്തിന്. അങ്ങനെ ആ വീഞ്ഞ് തീർന്ന അവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ വേദന തിരിച്ചറിയുന്ന അമ്മ പെട്ടെന്ന് തന്നെ ഈശോയെ സമീപിക്കുകയാണ്. അതിൽ 3-ാമത്തെ വാക്യം, അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരൻ, തുടർന്നുള്ള വചനം ഞാൻ പറയുന്നില്ല, കാണാം ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഒരു മറുപടിയും പറയാതെ പരിശുദ്ധ അമ്മ പറഞ്ഞ എന്താണ്? അവൻ പറയുന്നത് ചെയ്യുക. അവിടെ ശുദ്ധീകരണ ക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൽഭരണി നിറയെ വെള്ളം നിറച്ചു. പാചകക്കാർക്ക് മാത്രം അറിയാം, ആ വെള്ളം മുഴുവൻ ഉന്തിയ വീഞ്ഞാക്കി മാറ്റി. അതാരുടെ പ്രവൃത്തിയാ? പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഉണർത്തുകയാണ്. അത് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ അത് കൃപയായി മാറും, അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം ഇന്ന് നിങ്ങൾ ജപമാല ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങണം. എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും അത് മതിയാവുകയില്ല. അത്ര മാത്രം നിങ്ങൾ ചൊല്ലുക, ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തടസ്സങ്ങൾ മാറും, രോഗങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ സാക്ഷ്യത്തിൽ കേട്ടില്ലേ, ജപമാല ചൊല്ലി ജപമാല പഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിന് കെട്ടഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു വാഴ്ത്തപ്പെട്ട ബർട്ടോളോ ലോങ്കോ, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ല, അല്ലെങ്കിൽ ഈ വാഴ്ത്തപ്പെട്ട ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഉത്തമ വിശ്വാസമുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ജനിച്ചത്. ചെറുപ്പത്തിൽ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ആ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് കിട്ടിയ കൃപയെല്ലാം നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, നിരീശ്വരവാദത്തിലേക്ക് കയറി, അങ്ങനെ സാത്താനിസത്തിലേക്ക് കയറി ഒരു സാത്താൻ പ്രീസ്റ്റായി മാറുകയാണ്.
അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ സാത്താനിക്ക് വർഷിപ്പിക്കായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തകർച്ച വരാൻ തുടങ്ങി. ജീവിതം തകർച്ചയിലായി, അങ്ങനെ ഡിപ്രഷനായി. ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് പഠിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഈ ഗുരുനാഥൻ പറഞ്ഞു, നീ പോകുന്ന വഴി ശരിയല്ല, നിൻ്റെ വഴി ശരിയാകണമെങ്കിൽ നീ കർത്താവിലേക്ക് തിരിയണം. അതിന് നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഒരു ഡൊമിനിക്കൻ സഭയിലേക്ക്, ഡൊമിനിക്കൻ ആശ്രമത്തിലേക്ക് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടും. അവിടെ ചെല്ലുമ്പോൾ 3 ആഴ്ചക്കാലം ഒരു ഡൊമിനിക്കൻ വൈദികൻ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ആ വൈദികൻ അവൻ്റെ കൈകളിലേക്ക് ഒരു ജപമാല എടുത്തു കൊടുക്കും. ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ ആദ്യമൊക്കെ അവന് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൻ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. അവൻ പിന്നീട് ഒരു ജപമാല ഭക്തനായി മാറും. അങ്ങനെ അവൻ ഡൊമിനിക്കൻ 3-ആം സഭയിൽ ചേർന്ന് ബ്രദർ റൊസാരിയോ എന്ന പേര് സ്വീകരിക്കും. പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ ദേവാലയം അവൻ പണിതുയർത്തും. അങ്ങനെ പ്രിയപ്പെട്ട പോംബെ എന്ന സ്ഥലത്താണ് ദേവാലയം പണിയുന്നത്. ആ ദേവാലയം പണിത് കഴിയുമ്പോൾ പിന്നീട് 1,80,000 പേരെ ജപമാല ഭക്തരാക്കി മാറ്റാൻ ആ ചെറുപ്പക്കാരന് കഴിയും. പല സമയങ്ങളിൽ ഇവനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സാത്താൻ അവനെതിരെ പരീക്ഷണം നടത്തും. അവനെ പരാജയപ്പെടുത്താൻ രോഗമായിട്ടും തകർച്ചയായിട്ടും പീഡയായിട്ടും അവനെ പീഡിപ്പിക്കുമ്പോൾ ജപമാല കൈകൾ ഉയർത്തിപ്പിടിച്ച് അവൻ പ്രാർത്ഥിക്കും. ആ ജപമാല കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ സാത്താൻ അവനെ വിട്ടുപോകും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ഒരു വ്യക്തിയെ തിന്മയിൽ നിന്ന് വിടിപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ സന്ധ്യാസമയത്ത് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ജപമാല മുടക്കരുത്. അത് ഒരു ജപമാലയെങ്കിൽ ഒരു ജപമാല ഭക്തിയോടെ മുട്ടുകുത്തി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവകൃപ വ്യാപരിക്കും. സാത്താൻ നിങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന സകല കെണികളും തകരും. കാരണം പരിശുദ്ധ അമ്മയെ പേടിയാണ് പിശാചിന്, ഭയമാണ്. പരിശുദ്ധ അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമം കേൾക്കുന്നതിനെ പോലെ തന്നെ ഭയപ്പെടുന്ന ഒരു നാമമാണ് പരിശുദ്ധ അമ്മയുടെ നാമം. ആരുടെ മുമ്പിൽ? പിശാചിന് മുമ്പിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം കാലഘട്ടത്തിലെ വലിയൊരു എക്സോസിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭൂതോച്ചാടകനായിരുന്നു ഗബ്രിയേൽ അമോർത്ത്. മരിച്ചിട്ട് കുറച്ച് നാളുകളായിരുന്നു മരിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ പോപ്പ് എക്സോസിസ്റ്റ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പിശാചുമായിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഗബ്രിയേൽ അമോർത്തും പിശാചും തമ്മിലുള്ള സംഭാഷണം. പിശാച് ഗബ്രിയേൽ അമോർത്തിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഗബ്രിയേൽ അമോർത്ത് പിശാചിനോട് ചോദിക്കും, നിനക്കെന്താണ് പരിശുദ്ധ അമ്മയോട് ഇത്ര വെറുപ്പ്? പരിശുദ്ധ അമ്മയിലുള്ള ഏത് പുണ്യമാണ് നിന്നെ വെറുപ്പിക്കുന്നത്? അപ്പോൾ പിശാച് ഗബ്രിയേൽ അമോർത്തിനോട് പറയാണ്, അവളുടെ എളിമ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഞാൻ. പിശാച് പറയാണ്, ഞാൻ അഹങ്കാരിയാണ്. എന്നാൽ പരിശുദ്ധ അമ്മയോ അവളുടെ എളിമ, വിനയം, അവളുടെ താഴ്മ എന്നെ എന്താ പറയുക, എന്നെ കലിപ്പുള്ളവനാക്കുകയാണ്. എനിക്ക് ഭയങ്കര വെറി പൂണ്ട് നടക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു എളിമ. വീണ്ടും ചോദിച്ചു, ഇനി എന്ത് വിധ പുണ്യമാണ്? പരിശുദ്ധ അമ്മ അനുസരിക്കുന്നവളാണ്. അവളുടെ അനുസരണം, എത്രമാത്രം വിധേയത്വം അനുസരണമാണ് അവൾക്കുള്ളത്. എനിക്കോ അനുസരണമില്ല. എനിക്ക് തോന്നിവാസം, ഞാൻ പിശാച്, എനിക്ക് തോന്നിവാസം, അതെന്നെ ഭയങ്കരമായിട്ട് വിരളി പിടിപ്പിക്കുകയാണ്. വീണ്ടും ഇനി എന്താണ് നിനക്ക് പരിശുദ്ധ അമ്മയിലുള്ള ബുദ്ധിമുട്ട് എന്ന് ഗബ്രിയേൽ അമോർത്ത് ചോദിക്കും. പറഞ്ഞു, അവൾ വിശുദ്ധയാണ്. സകല വിശുദ്ധിയും കൃപയും, നമുക്ക് ഉത്ഭവ പാപം പോലും ഇല്ലാതെ ജനിച്ച വിശുദ്ധിയുള്ള അവളാണ് പരിശുദ്ധ അമ്മ. എനിക്കോ വിശുദ്ധിയിലെ സകല മ്ലേച്ഛതയും അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പറയാണ്, പരിശുദ്ധ അമ്മയിൽ എളിമ, അനുസരണം, വിശുദ്ധി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലി ഓരോ രഹസ്യങ്ങൾ ചൊല്ലി, അത് സന്തോഷത്തിൻ്റെ രഹസ്യമാകട്ടെ, ദുഃഖത്തിൻ്റെ രഹസ്യമാകട്ടെ, അതുപോലെ മഹിമയുടെ രഹസ്യമാകട്ടെ, അത് പ്രകാശത്തിൻ്റെ രഹസ്യമാകട്ടെ, ഇത് ചൊല്ലി ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ജപമാലയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബത്തെ ചൂഴ്ന്നു നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ, രോഗങ്ങൾ, പീഡകൾ ഛിന്നഭിന്നമായി പോകും. അത്ര ശക്തമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. ഈ ഒക്ടോബർ മാസം തിരുസഭ അത് ജപമാല മാസമാക്കി പ്രഖ്യാപിച്ചതിന് കാരണം എന്താ?
ദൈവജനത്തെ തകർക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സകല പൈശാചിക ശക്തികളെയും സകല തിന്മകളെയും രോഗത്തെയും പരാജയപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായിക്കും എന്നുറപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വഴി കാണിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല വിശുദ്ധരും ഇന്ന് വിശുദ്ധരായിട്ട് എത്രയോ പേരുണ്ട്, എത്രയോ പേര് വിശുദ്ധരായിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരായുധമുണ്ട്. ആ ആയുധം വേറൊന്നുമല്ല, ജപമാല. ജപമാല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയോട് മാത്രം യാചിക്കുമ്പോൾ ഉറപ്പായിട്ട് അമ്മ തിരുക്കുമാര സന്നിധിയിൽ നമുക്ക് വേണ്ടി യാചിക്കും. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 25-ാമത്തെ ലിഖിതം, ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 25, അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. കണ്ടോ, പരിശുദ്ധ അമ്മയിൽ ഒരു മലിനമായ ഒന്നും പ്രവേശിക്കുകയില്ല. അത്ര വിശുദ്ധയാണ്. ആ വിശുദ്ധി നമ്മളിലേക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മയോട് ഭക്തിയോടും ആദരവോടും കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കൃപ നമ്മളിലേക്ക് ഒഴുകും. കൃപ നമ്മളിലേക്ക് ഒഴുകും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ 26-ാമത്തെ ലിഖിതം, നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ കർത്താവിൻ്റെ അമ്മയോട് നമുക്കും യാചിക്കാം. ഈ മാസം മുഴുവൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ മാസം മാത്രമല്ല, ജീവിതത്തിൽ മരണം വരെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കണം. സാത്താനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. നമുക്ക് തുടർന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈ ആരാധന സമയത്ത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രത്യേകം അനുഗ്രഹം യാചിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ജപമാലയുടെ മാസമാണ്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുമ്പോൾ അവിടുന്ന് തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉണർത്തിക്കും. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളെ തകർക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സകല തിന്മകളും അന്ധകാരങ്ങളും പൈശാചിക ശക്തികളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾ യാചിക്കുകയാണ്. അമ്മേ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. എല്ലാ കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം. കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകളും സമർപ്പിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാ, ശക്തിയോടെ ഉച്ചത്തിൽ സ്തുതിച്ച് ഉച്ചത്തിൽ വിളിച്ച് കൃപ ചൊരിയട്ടെ, കൃപ ചൊരിയണമേ ഈശോയെ. ഹൃദയം നുറുങ്ങി വിളിക്കുക. കുട്ടികളെ അനുഗ്രഹിക്കുന്നു. ചങ്കു തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു.